ഗോപി അണ്ണന്റെ ഈ പദയാത്ര ആരും മറന്നിട്ടുണ്ടാവില്ല. CPM നേതാക്കന്മാർ ഉൾപ്പെട്ട കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ ED അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ യാത്ര. തെരഞ്ഞെടുപ്പ് കാലത്തും മൂപ്പരുടെ മുഖ്യ വിഷയം ഇത് തന്നെയായിരുന്നു. ഇപ്പൊ MP ആയി, കേന്ദ്ര സഹമന്ത്രിയായി, ഇതുവരെ കരുവന്നൂർ ബാങ്ക് കേസിൽ ED അന്വേഷണം വേണമെന്ന് പോയിട്ട് എന്നൊരു അക്ഷരം പോലും മൂപ്പര് മിണ്ടിയിട്ടില്ല. അതെന്താ അങ്ങനെ? LDF-ഉം UDF-ഉം മാറി മാറി ജയിച്ചു വന്നിരുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 2019 ജയിക്കുന്നത് കോൺഗ്രസാണ്. പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ 7 സീറ്റിലും ഇടത് സ്ഥാനാർത്ഥികൾ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പക്ഷെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ ഒഴികെ 6 ഇടങ്ങളിലും BJP-ക്കാണ് ലീഡ്. അപ്പൊ ഗുരുവായൂർ അവിടെ കോൺഗ്രസ് ലീഡ് ചെയ്തു. മന്ത്രിസഭയിലെ രണ്ടാമൻ രാജന്റെ ഒല്ലൂർ മണ്ഡലത്തിൽ BJP-ക്ക് ലീഡ് 10,000 വോട്ടാണ്. മന്ത്രി ബിന്ദുവിന്റെ ഇരിഞ്ഞാലക്കുടയിൽ BJP ഒന്നാമതെത്തി. 3-ാം സ്ഥാനത്താണ് LDF എന്ന് ഓർക്കുന്നത്. ഒക്കെ പോട്ടെ, LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ, മന്ത്രി രാജൻ, മുൻ മന്ത്രി KP രാജേന്ദ്രൻ, MLA-മാരായ ബാലചന്ദ്രൻ, CC മുകുന്ദൻ തുടങ്ങി CPIM-ന്റെയും CPI-യുടെയും മുതിർന്ന നേതാക്കൾ